Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, Sophia. Good evening, ma'am. Good evening. Good evening. Good evening, Jackie. Good evening, Arifa. Good evening, I'm Sunny. Good evening, Miss. Good evening. മഴയും കറണ്ടും ഒക്കെ ഉണ്ടോ മിസ്? നല്ല മഴയാണ്, കറണ്ട് ഉണ്ട്, ദൈവം സഹായിച്ച്. അറിയില്ല പോകുന്നത്. ഇവിടെ 3-4 പ്ലേസിൽ പോസ്റ്റ് ഒടിഞ്ഞ് വീണ് കറണ്ട് പോയ ഉച്ച മുതലേ. ഓ ശരി, എവിടെയാ? കായംകുളമാണോ? കായംകുളം. അവിടെ അച്ഛൻ ഫോൺ ചെയ്തപ്പോ പറയണ്ടായി തേക്ക് ഒടിഞ്ഞു വീണു എന്തൊക്കെയോ പറയാൻ. ഭയങ്കര കാറ്റായിരുന്നു. വൈകുന്നേരത്ത് ഒരു 4:30 ഒക്കെ കഴിഞ്ഞപ്പോ ഭയങ്കര കാറ്റ്, ഭയങ്കര കാറ്റ്. ശരി. ആ കാറ്റോടെ പകുതി സ്ഥലത്തും പോസ്റ്റ് ഒടിഞ്ഞ് വീണ്ട ഞങ്ങളുടെ ഈ ഏരിയയിലോട്ടുള്ള മുഴുവൻ കട്ടിങ് ആയിപ്പോയി. ഇനിയിപ്പോ നാളെ ശരിയാവുള്ളായിരിക്കും അല്ലേ? നാളെ ശരിയാവത്തുള്ളായിരിക്കും. മഴയത്ത് അവര് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബുദ്ധിമുട്ടല്ലേ രാത്രി. മരമൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കട്ട് ചെയ്ത് അവർ ഇന്ന് രാത്രി നൈറ്റ് മാറ്റിയിട്ട് രാവിലത്തേക്ക് പോസ്റ്റിന് പുതിയത് കുഴിച്ചിട്ട് ലൈൻ വലിക്കണ്ടേ. മഴയുടെ തണുപ്പ് ഇപ്പോഴാ തുടങ്ങിയത്. തണുപ്പുണ്ട്. അതിന്റെ കൂടെ ഇൻവെർട്ടർ മിക്കവാറും ഓഫ് ആവും. ശരി. ഓക്കെ, എനിവേ നമുക്ക് സമയം കളയണ്ടേ. ഞാനും കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് കട്ടാവും. എനിക്ക് ഇൻവേർട്ടർ ഇവിടെ ഇല്ല. പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ അവിടെ ഓക്കെ ആയിരിക്കും. അത് പക്ഷെ ഒരു ജൂലൈ മിഡ് ഒക്കെ കഴിയും. ഓ ശരി. അപ്പൊ ഞാൻ ആരെങ്കിലും പ്രേയറിന് റെഡി ഉണ്ടോ? അല്ലെങ്കിൽ നമുക്കൊരു സൈലന്റ് പ്രേയർ വേഗം പറഞ്ഞങ്ങ് നിർത്താം. കാരണം നമ്മുടെ മോഡ്യൂൾ 1 ഈ ഒരു മന്ത് ജൂൺ ലാസ്റ്റ് ആകുമ്പോൾ തീർക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടില്ലല്ലോ. മോഡ്യൂൾ 1 കഴിയുവാണെങ്കിൽ നമുക്കൊരു മോഡൽ എക്സാം ഉണ്ടായിരിക്കും. നിങ്ങളുടെ സെക്കൻഡ് കൊറേ ദിവസമായിട്ട് ക്ലാസ്സിൽ കയറിയിട്ടില്ലായിരുന്നു. ഏതാ എടുക്കണേന്നാണ് ചോദിച്ചേ? പകല് ക്ലാസ് കാണാനും നേരം കിട്ടിയില്ല. ഓ ശരി. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് വിചാരിച്ചാ, കാരണം ഇപ്പൊ 2-3 ടീച്ചേഴ്സ് ആയത് കാരണം നിങ്ങൾക്ക് ആരേതാന്നൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് അത് പറയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രേയർ, ആരും ഇല്ലെങ്കിൽ സൈലന്റ് പ്രേയറോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ആക്ച്വലി മോഡ്യൂൾ 1 എന്ന് പറയുന്നത് മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ തിയറി ആയിരുന്നു. അതിലെ പാർട്ട് 1 കഴിഞ്ഞു, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. പാർട്ട് 2 കഴിഞ്ഞു, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി. പാർട്ട് 2 കഴിഞ്ഞില്ലേ? അശ്വതി മിസ് നീഡ്സ് കഴിഞ്ഞോ? നീഡ്സ് എടുത്തു കഴിഞ്ഞോ അശ്വതി മിസ്സിന്റെ? ഓക്കെ ആണെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞു. എന്തോ കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ പാർട്ട് 2 മേ ബി ടീച്ചർ അത് എടുത്തോണ്ടിരിക്കുവായിരിക്കും നീഡ്സ്. ബാക്കി എല്ലാ പോർഷൻസും അതിൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ അതും കൂടെ കഴിഞ്ഞ പാർട്ട് 2 കഴിയും. ഒന്ന് മ്യൂട്ട് ചെയ്യണേ, എപ്പോ വരും. നെക്സ്റ്റ് പാർട്ട് 3 ആണ് നമ്മളിപ്പോ എടുത്തോണ്ടിരിക്കുന്നത്. അതില് ശരണ്യ മിസ് 3rd ചാപ്റ്റർ ആയ ലോസ് ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്, അതാണ് ശരണ്യ മിസ് നിങ്ങൾക്ക് എടുത്തോണ്ടിരിക്കുന്നത് അല്ലെ? അത് ഇത്തിരി വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് മിസ്സിന് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നത് 7th യൂണിറ്റ് ആയ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ടീച്ചർ എടുക്കുന്നതായിരുന്നു. പക്ഷെ ടീച്ചർക്ക് മറ്റേത് കഴിയാത്തതുകൊണ്ട് 7th യൂണിറ്റ് ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ്, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. അപ്പൊ നമുക്ക്
പാർട്ട് 2 അശ്വതി മിസ്സിന്റെ നീഡ്സ് ഇനി കഴിയാനുള്ളൂ. പാർട്ട് 3 ഇനിയുള്ളത് ശരണ്യ മിസ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ 3 ലോസ് ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. സെൽഫ് കൺസ്ട്രക്ഷൻ മിസ് തന്നെ എടുക്കും. പിന്നെ 7th ചാപ്റ്റർ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ 10th ചാപ്റ്റർ ആയ മോണ്ടിസോറി ടേംസും ഞാൻ തന്നെ എടുക്കും. അപ്പൊ 7ഉം 10ഉം ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ശരണ്യ മിസ്സിന് 3ഉം 4ഉം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതോടുകൂടി പാർട്ട് 3 കഴിയും. പിന്നെ പാർട്ട് 4 ആണ്. ഇംഗ്ലീഷ് ക്ലാസ് മോഡ്യൂൾ 2 ഇംഗ്ലീഷ് ക്ലാസ് നന്നായി നിങ്ങൾക്ക് പോകുന്നുണ്ട്. ജസ്റ്റ് ട്രൈ ടു ഈവൻ വോയിസ് മെസ്സേജ് അല്ലാത്ത മെസ്സേജുകൾ എനിക്ക് അയക്കുമ്പോൾ ട്രൈ ടു ടെക്സ്റ്റ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യാതെ ഒരു ലാംഗ്വേജ് നമുക്ക് ഡെവലപ്പ് ചെയ്യില്ല. നമ്മൾക്കറിയാലോ മോണ്ടിസോറിയില് കുട്ടികൾ എന്താ ചെയ്യുന്നത്, അവർ റിപ്പീറ്റ് ചെയ്യുന്നു. ഏത് ആക്ടിവിറ്റി ആണോ ഏത് വർക്കാണോ അവർ റിപ്പീറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആവുന്നു. സോ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് അത് മാക്സിമം കൂടുതൽ ടൈം റിപ്പീറ്റ് ചെയ്യാതെ അതിൽ വർക്ക് ചെയ്യാതെ നമുക്കത് കിട്ടില്ല. എന്റെ ലൈഫിനെ മാറ്റിമറിച്ച 1 ഇയർ ആയിരുന്നു മോണ്ടിസോറി ഞാൻ പഠിച്ച സമയത്ത്. ഞാൻ 10th വരെ മലയാളം മീഡിയം ആയിരുന്നു, പ്ലസ് പ്രീ ഡിഗ്രി ആയിരുന്നു സെന്റ് സിസില് മണിപ്പൂരിൽ നിന്നൊക്കെ ഉള്ള കുട്ടികൾ ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. പിന്നെ ഗൾഫിൽ നിന്ന് 10th വരെയും ഗൾഫിൽ പഠിച്ചു വന്ന കുട്ടികളായിരുന്നു. അവരുടെയൊക്കെ നല്ല ആക്സെന്റ് ആയിരുന്നു ഇംഗ്ലീഷ്. എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു സത്യം പറഞ്ഞാൽ അവരെ പോലെ സംസാരിക്കണം എന്നുള്ളത്. പിന്നെ നമ്മളുടെ ഏരിയയില് കൊച്ചി ഏരിയയില് ടൂറിസ്റ്റുകൾ കുറെ വരുമല്ലോ. വൺസ് ലൈൻസ് ബസ്സിൽ കയറിയപ്പം ബാക്കിലൊരു സായിപ്പും മദാമയായിരുന്നു ഇംഗ്ലീഷ് പറയാനായിട്ടപ്പോ ശരിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. മീൻസ് അവരെ പോലെ പറയാൻ പറ്റിയില്ലെങ്കിലും അവരോട് സംസാരിക്കാൻ പറ്റണം. അവർ പറയുന്ന ആക്സെന്റ് മനസ്സിലാക്കി അവരോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റും. അതൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എന്നിട്ടും അന്ന് ആ ഒരു ഏജ് ഒരു 17-18 ഇയേഴ്സ് അല്ലേ ആയുള്ളൂ. നമുക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ. പേടി, ഗ്രാമർ, വൊക്കാബുലറി തെറ്റുമോ എന്നൊക്കെയുള്ള പേടി. അങ്ങനെ നമ്മളൊന്നും ഇംഗ്ലീഷിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ പിന്നെ ഡിഗ്രി എഞ്ചിനീയറിംഗ് ആയിരുന്നല്ലോ. അവിടെ വലിയ ലാംഗ്വേജിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് ലാംഗ്വേജിന്റെ ആവശ്യമില്ല. അവിടെയും ഡെവലപ്മെന്റ് ആ 4 ഇയേഴ്സ് ലാംഗ്വേജിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും സംതിങ് ഈസ് ബ്ലോക്കിംഗ്, പുറത്തേക്ക് വരുന്നില്ല. അതൊരു ഭയങ്കര പ്രശ്നമാണ്. അപ്പം അങ്ങനെ പല ജോബിന് ട്രൈ ചെയ്യാനുള്ള കോൺഫിഡൻസ് ലെവൽ തന്നെ വളരെ കുറവായിരുന്നു. ടീച്ചിങ് തന്നെ പിന്നെ ആ ഒരു ഇതിലേക്ക് പോയി ടീച്ചിങ് ഇഷ്ടമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ജോലി കിട്ടാം. ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ഫ്രഷർ ആയിട്ട് ഇറങ്ങുമ്പോൾ ഇഷ്ടംപോലെ കമ്പനികൾ ഉണ്ടാവുമല്ലോ. പക്ഷെ അതൊന്നും ട്രൈ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടായി. പിന്നെ അങ്ങനെ 2 കുട്ടികളായി. അവരൊരുവിധ ഏജ് ആയപ്പോഴാണ് ഈ മോണ്ടിസോറി ചെയ്യാന്ന് വിചാരിച്ച് ചെല്ലുമ്പോൾ അവിടെ വളരെ കമ്പൽസറി ആയിരുന്നു. ഫ്രം ഫസ്റ്റ് വീക്ക് റിലാക്സേഷൻ ആയിരുന്നു. പക്ഷെ ഫസ്റ്റ് വീക്കിന് ശേഷം മലയാളം ഒരു ലെക്ചർ പോലും പറയാൻ ഞങ്ങളുടെ മാം സമ്മതിച്ചില്ല. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു നമ്മുടെ തോട്ട്സ് ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുവാ, നമ്മളങ്ങ് പറഞ്ഞു തുടങ്ങും. എല്ലാവർക്കും പറ്റും, നമ്മൾ യൂസ് ചെയ്യാനിട്ടാ. ഞാൻ നിങ്ങളെ ആദ്യമേ തന്നെ പേടിപ്പിച്ച് നിങ്ങളൊക്കെ ക്ലാസ് നിർത്തിപ്പോയാലോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് കിട്ടില്ലേ. അത് കാരണമാണ് ഞാൻ അത്ര കമ്പൽസറി ആയിട്ട് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് കിട്ടി തുടങ്ങി. സോ ട്രൈ ടു സ്പീക്ക്. ആ സമയത്ത് മോള് 4th സ്റ്റാൻഡേർഡ് ആയിരുന്നു. കാര്യം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്, CBSE. അവിടെ സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ കാര്യമായ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് വീട്ടിൽ വരുമ്പോൾ സംസാരിക്കാൻ ഒരാൾ വേണമല്ലോ. ഞാൻ അവളോട് സംസാരിച്ചു തുടങ്ങി. അവളുടെയും ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു, എന്റെയും മാറി. അങ്ങനെ വന്നപ്പോൾ നല്ലൊരു പുറത്തിറങ്ങിയാലും ഏത് ക്രൗഡിലായാലും ഞങ്ങൾ 2 പേരും നാണക്കേട് വിചാരിക്കാതെ ഞങ്ങൾ 2 പേരും സംസാരിക്കും. ഹസ്ബൻഡ് വേറെ പ്രാവശ്യം വഴക്ക് പറഞ്ഞിട്ടുണ്ട്, മിണ്ടാതിരിക്കുക ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും നല്ലൊരു അവസരമായിരുന്നു. അപ്പൊ നിങ്ങളും അതുപോലെ നോക്കുക. നമ്മള് സംസാരിക്കാൻ ഗ്രാമർ വൊക്കാബുലറി അത്ര ആവശ്യമൊന്നുമില്ല. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് സംസാരിക്കാൻ ബ്ലോക്കിംഗ് ഉണ്ടാവുന്നത്. പറയാം, നമുക്ക് ആ കൺവേ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ. പിന്നെ അത് താനേ വന്നു. തന്നെത്താനെ എഴുതും, തന്നെത്താനെ ഒരു ടോപ്പിക്. അതെങ്ങനെ വീട്ടിലെ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ്, കുറച്ച് സെന്റൻസ് അതിനെ പറ്റി എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെഹിക്കിൾ ഉണ്ടെങ്കിൽ ആ വെഹിക്കിളിനെ കുറിച്ച് എഴുതുക. സൈക്കിൾ ആയാലും സ്കൂട്ടർ ആയാലും കാർ ആയാലും അതിനെപ്പറ്റി എഴുതുക. പിന്നെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഗാർഡനിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡിഷ് ഒരു ദിവസം വെച്ചു, അതിനെപ്പറ്റി ഇംഗ്ലീഷിൽ എഴുതാനൊന്ന് ട്രൈ ചെയ്യാം. സോ അങ്ങനെ ചെയ്യൂ. എനിക്ക് തമ്മിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ
പ്ലീസ് അവോയ്ഡ് മംഗ്ലീഷ്. എന്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും എനിക്ക് മംഗ്ലീഷിലാണ് അയക്കണമെങ്കിൽ ഞാൻ അവർക്കും റിപ്ലൈ മംഗ്ലീഷിൽ കൊടുക്കും. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ മലയാളത്തിൽ കൊടുക്കും. പ്രോപ്പർ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നെങ്കിൽ ഇംഗ്ലീഷ് തന്നെ കൊടുക്കും. അപ്പൊ ഇനി നമുക്ക് മംഗ്ലീഷും മലയാളം ഒഴിവാക്കി ഇംഗ്ലീഷിലൊന്ന് നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ പരസ്പരം നിങ്ങൾ തന്നെയാണെങ്കിലും ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കൂ. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. ഓക്കെ, അത് ലാംഗ്വേജ് ഡെവലപ്പ് ആയി കഴിഞ്ഞപ്പോ എനിക്ക് കോൺഫിഡൻസിൽ ശരിക്കും കൂടി. ഒരു ഡയസിൽ ഒരു സദസ്സിൽ സംസാരിക്കാനും, അതിപ്പോ മലയാളത്തിൽ സംസാരിക്കാനാണെങ്കിൽ ശരി, ഇംഗ്ലീഷിൽ സംസാരിക്കാനാണെങ്കിൽ ശരി, ആ ഒരു കോൺഫിഡൻസ് അത് ഭയങ്കരമായിരുന്നു. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചില കോഡ്സ് അതിലേക്ക് കൊണ്ടുവരണം. ഇംഗ്ലീഷിലെ കോഡ്സ് കൊണ്ടുവരുമ്പോൾ അത് അതിന്റെ ഒപ്പം കണക്ട് ചെയ്തൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. ആരാ ഈ ക്ലാസ്സിലാണോ? അംഗൻവാടി പോയി ക്ലാസ് എടുത്ത ആരായിരുന്നു? നിങ്ങൾ മറ്റേ വയസ്സിലായിരുന്നു? ആരോ ക്ലാസ് എടുത്തുള്ളൂ? എനിക്ക് മറ്റേ വയസ്സിലായിരിക്കും ക്ലാസ് എടുത്തുമ്പോൾ നമുക്ക് അങ്ങനെ ക്ലാസ് എടുക്കാൻ, അതിപ്പോ ഏത് ലെവലിലുള്ള ആൾക്കാരാണോ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ആ ലെവലുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വോയിസ് മോഡുലേഷൻ വരണം നല്ല രീതിയിൽ തന്നെ. മാം, ഞാൻ വീണ്ടും കയറിയിട്ട് അംഗനവാടിയില്ലേ ടെമ്പററി ആയിട്ട് വീണ്ടും. ആണോ? വെരി ഗുഡ്. കഴിഞ്ഞ വെനസ്ഡേ തൊട്ട്. അതാണോ ക്ലാസ് ഒന്നും കാണാൻ പറ്റാത്തത്? അതെ, പകല് വെക്കാൻ സമയം കിട്ടില്ല. വൈകുന്നേരം കൊച്ചിനെ പഠിപ്പിക്കണതിന്റെ ഇടയിൽ അതും ചിലപ്പോ കുറെ ഉണ്ടാവും. അപ്പൊ കേറാൻ പറ്റില്ല. ശരി, ഓക്കെ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഞാനിപ്പോ എടുക്കുന്നത് മൊഡ്യൂൾ 1 പാർട്ട് 3 ചാപ്റ്റർ 7 ആണ്. ഓക്കെ, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. ഒരു ഐഡിയ, ഇപ്പൊ ഇത്രയും ക്ലാസ് കഴിഞ്ഞപ്പോ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്നുള്ളത്. കാരണം ഓൾറെഡി നമ്മള് പറഞ്ഞു പോയി മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷെർണി മിസ് ക്ലാസ് എടുത്ത് പോയിരുന്നല്ലോ. അതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി കാണും. പിന്നെ നമ്മള് പല കാര്യങ്ങളിലും മോണ്ടിസോറിയുടെ കുറെ ഒബ്സർവേഷൻസും അവരുടെ ഫൈൻഡിങ്സും അവര് ഫൈൻഡ് ഔട്ട് ചെയ്തതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതി വെച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയും. അപ്പൊ ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എക്സാമ്പിൾ, എന്റെ വീട്, എനിക്ക് ഹസ്ബൻഡ്, 2 കുട്ടികളുണ്ട്. അപ്പൊ ആ 2 കുട്ടികളും ഒരു ടീനേജ് ലെവലിലേക്ക് ഒരാൾ ടീനേജ് കഴിയാറെ, ഒരാൾ ടീനേജിൽ ഇരിക്കുന്ന ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ അവർക്ക് തടസ്സം ഉണ്ടാകുന്ന രീതിയിൽ ഒരു എൻവയോൺമെന്റ് എന്റെ വീട്ടിൽ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ എന്തൊക്കെ കാര്യങ്ങൾ ബാധിക്കും? ജസ്റ്റ് എക്സാമ്പിൾ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടി. ആൺകുട്ടി ജസ്റ്റ് ടീനേജിലേക്കായി, പെൺകുട്ടി ഓൾമോസ്റ്റ് 17 ആ ഒരു ഇതിൽ നിൽക്കുന്നു. ഇവരുടെ കുറെ കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഞാൻ അവരുടെ അതായത് എന്താ പറയാ, അനുകൂലമായ അന്തരീക്ഷത്തിൽ ഏത് വിത്തും മുളയ്ക്കുന്ന കേട്ടിട്ടില്ലേ? നല്ലൊരു എൻവയോൺമെന്റ് ആണെങ്കിൽ, നമ്മളൊരു ചെടി നടുന്ന സ്ഥലമായിരിക്കും, നല്ലൊരു എൻവയോൺമെന്റ് ആണെങ്കിൽ ആ ചെടി നല്ല രീതിയിൽ തന്നെ വളരും അല്ലെ? ശരിക്ക് സൂര്യപ്രകാശവും വെള്ളവും വെളിച്ചവും വളവും ഒക്കെ കിട്ടുന്ന ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ ആ ചെടി അവിടെ വളർന്നിരിക്കും. ഞാനിവിടെ ഈ 2 പേർക്കും വേണ്ടിയിട്ട് അനുകൂലമായ ഒരു അന്തരീക്ഷം, ഒരു എൻവയോൺമെന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ, ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് അവരുടെ ഡെവലപ്മെന്റിനെ വളരെ മോശമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കില്ലേ? സോ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആ കാര്യങ്ങളാണ് പറയുന്നത്. ഇതില് മോണ്ടിസോറി ചില കാര്യങ്ങളെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്, ചിലത് ആ മോണ്ടിസോറി മെത്തേഡിനെ എംഫസൈസ് ചെയ്ത് പോസിറ്റീവ് ആക്കിക്കൊണ്ടും പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. വലിയ ചാപ്റ്റർ, നിങ്ങളുടെ PDF തന്നെ ഓൾമോസ്റ്റ് ഒരു 20 പേജസോളം ഉണ്ട് നിങ്ങളുടെ PDF. നമുക്കത് പെട്ടെന്നൊന്നും കഴിയൊന്നുമില്ല. മേ ബി 3 ക്ലാസ്സസ്, ഞാൻ 2 ക്ലാസ് എന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും നമുക്ക് 4 പേജ് ഉള്ളത് തന്നെ നമ്മൾ 2 ക്ലാസ് 3 ക്ലാസ് കൊണ്ട് തീർക്കുന്നത്. പക്ഷെ ഇത് നിങ്ങൾ ഓൾറെഡി മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് ഓൾമോസ്റ്റ് അറിഞ്ഞു. മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ, മോണ്ടിസോറിയുടെ
തിങ്കിങ്, അതെല്ലാം ആ തോട്ട്സ് വെച്ചിട്ട് മോണ്ടിസോറി സ്കൂളുകൾ ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചുകൊണ്ട് നമ്മൾക്കിപ്പോ മോണ്ടിസോറി മെത്തേഡ് എന്താണെന്നും മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്താണെന്നുള്ളതും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എളുപ്പമായിരിക്കും. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടും മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ 6 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. 1 by 1 ആയിട്ട് 6 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ഫ്രീഡം, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. എപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് എന്നുള്ളത്. പിന്നെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലെ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഒരു അഡോളസെന്റ്, ആ ഒരു ടീനേജിലുള്ള പിള്ളേര് 18 വയസ്സാകുമ്പോൾ അവർക്ക് എന്തോ, എന്റെ മോളിവിടെ ഇത് പറയും, 18 വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തും ചെയ്യാം. 18 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന് ആരാ പറഞ്ഞു? 18 വയസ്സായി കഴിഞ്ഞാൽ എന്തും ചെയ്യാന്നാണോ? നമുക്ക് ഫ്രീഡം കിട്ടി. നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് എല്ലാം കൂടെ അവരുടെയൊക്കെ ഒരു ശ്രമഫലമായിട്ട് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല. നമുക്ക് ഇൻഡിപെൻഡൻസ് അത് കിട്ടി. 1947 ഓഗസ്റ്റ് 15 കിട്ടി. പക്ഷേ ഫ്രീഡം ഫോർ വാട്ട് എന്നുള്ളത് നമ്മളുടെ ഭരണഘടനയിൽ ശരിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒറ്റ വാക്കിൽ നമ്മൾ പറയുവാണെങ്കിൽ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ഫ്രീഡം. അത് തന്നെയാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലെ ഫ്രീഡം. എന്തും ചെയ്യാൻ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ഫ്രീഡം അല്ല. കുട്ടികൾ തന്നെ അത് പറയും, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ഫ്രീഡം അല്ല, നമ്മൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന ഫ്രീഡം. വ്യത്യാസം മനസ്സിലായോ? എന്തും ചെയ്യാൻ, നമ്മൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനുള്ള ഫ്രീഡം അല്ല, ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ഫ്രീഡം. അതാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ ഫ്രീഡം എന്ന് പറയുന്നത്. ശരിയാണ്, മൈന്യൂട്ട് ഡിഫറൻസേ ഉള്ളൂ സെന്റൻസിൽ, പക്ഷെ അതിൽ ആ ഫുൾ മീനിങ് ഉണ്ട് ഫ്രീഡം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. ഞാനിത് നിങ്ങളെ കൊണ്ട് തന്നെ വായിപ്പിച്ച് നിങ്ങൾ തന്നെ ക്ലാസ് എടുക്കുന്ന ഒരു രീതി. ഞങ്ങൾക്കൊരു രീതി ഉണ്ടായിരുന്നു. ഫെസിലിറ്റേറ്റർ ലീവ് എടുക്കുന്ന ദിവസം ഞങ്ങൾ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നു. കീ വെച്ചിരിക്കുന്ന സ്ഥലം ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ക്ലാസ് റൂം തുറക്കുന്നു. ക്ലാസ് റൂം ഞങ്ങൾ ആദ്യം റൗണ്ടിലായിരിക്കുന്ന പ്രിപ്പയർ ചെയ്യുന്നു. ഞങ്ങൾ അവിടെ ഇരിക്കുന്ന പ്രെയർ, വാമപ്പ് എക്സസൈസോ യോഗയോ എന്താണോ ഒന്ന് അസൈൻ ചെയ്തിരിക്കുന്നത്, അത് ആർക്കാണോ അസൈൻ ചെയ്തിരിക്കുന്നത് അവര് അത് ചെയ്യും. പിന്നെ ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒട്ടിക്കാൻ ഒരു ഗ്രൂപ്പിനോട് പറഞ്ഞിട്ടുണ്ടാവും. ക്ലാസ് റൂം ക്ലീൻ ചെയ്യാൻ ഒരു ഗ്രൂപ്പിനോട് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ബാക്കിയുള്ളവരാണെങ്കിലും ഇവരെ അസിസ്റ്റ് ചെയ്യും. അങ്ങനെ ആ രീതിയിലൊക്കെയാണ് നമ്മളുടെ ആക്ടിവിറ്റീസ് ഡിവൈഡ് ചെയ്യുന്നത്. ഞങ്ങൾ തന്നെയാണ് അത് ക്ലാസ് എടുക്കുന്നത്. അതായത് മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മോണ്ടിസോറി ട്രെയിനേഴ്സിനുള്ളത്, അതായത് ഇപ്പൊ നമ്മളുടെ ക്ലാസ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫെസിലിറ്റേറ്റർ ആരാ, ട്രെയിനർ ആരാ, ട്രെയിനീസ് ആരാന്ന് മനസ്സിലാവേ ഇല്ല. ആ ഒരു മെത്തേഡാണ് മോണ്ടിസോറി ട്രെയിനിങ്ങിലുള്ളത്. സ്പൂൺ ഫീഡിങ്ങോ അതാണ്. റെക്കോർഡ് എഴുതാനായിട്ട് നിങ്ങൾക്ക് പ്രശ്നമില്ലാന്ന് തോന്നുന്നു. റെക്കോർഡ് എഴുതാനായിട്ട് എത്തിച്ചപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്ങനെ എഴുതണം, എന്തൊക്കെ കളക്ട് ചെയ്യണം, പിന്നെ നിങ്ങൾക്ക് ഫ്രീഡം തന്നു. എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ റെക്കോർഡ് ഒരു പേജ് എഴുതും, ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചിട്ട് ഇത് ശരിയാണോ മിസ്, അവിടെ കറക്റ്റും ഇൻകറക്റ്റും എന്നുള്ളതില്ല. അതൊരു ആക്ടിവിറ്റിയാണ്, നിങ്ങൾ ഇഷ്ടത്തോട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. മോണ്ടിസോറി ട്രെയിനിങ്ങിലെ മോണ്ടിസോറി സ്റ്റുഡൻസിനോട് നമ്മൾ എങ്ങനെ ആകുന്നു ആ രീതിയിൽ തന്നെയാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് ആവാനുള്ള ട്രെയിനിങ്. അവിടെ ഞാൻ വെട്ടിയിടുവോ, ഒരാൾക്ക് 5 മാർക്ക് ഒരാൾക്ക് 2 മാർക്ക് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. പിന്നെ നിങ്ങൾക്കൊരു കണ്ടന്റ് മനസ്സിലായോ എന്ന് അറിയാനുള്ള MCQ മാത്രം നമ്മൾ അങ്ങനെ കൊടുക്കുന്നതേ ഉള്ളൂ. അത് ക്ലാസ് അറ്റൻഡ് ചെയ്തു, കറക്റ്റ് അത് വായിച്ചു, നമുക്ക് സ്കോർ കിട്ടുമ്പോൾ മനസ്സിലാവും വായിച്ചിട്ടുണ്ടോ. അപ്പം 5-ൽ 3 മാർക്കാണെങ്കിൽ ഞാൻ ചോദിക്കും, അങ്ങനെ ചിലർ എനിക്ക് 3 മാർക്ക് കിട്ടിയോളൂ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ചോദിക്കും എങ്ങനെ 2 മാർക്ക് പോയി എന്നുള്ളത് ക്ലിയർ ആയോ എന്ന് ചോദിക്കും. അത് മനസ്സിലായിരുന്നു. അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ആ MCQ തരുന്നത്. അല്ലാതെ അവിടെ മാർക്കോ തെറ്റോ ശരിയോ ഒന്നുമില്ല. അപ്പൊ ഒരു റെക്കോർഡിങ് ഇങ്ങനെ നിങ്ങൾ എഴുതണം എന്ന് ഞാൻ ഗൈഡ് ചെയ്യുള്ളൂ. ആ റെക്കോർഡിൽ എന്തൊക്കെ ഇംപ്രൊവൈസേഷൻ, അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, ക്രിയേറ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാം, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഇറ്റ്സ് യുവർ റെക്കോർഡ്. എനിക്കതിൽ യാതൊരു അവകാശങ്ങളും ഇല്ല. സോ നമ്മളുടെ പഠന രീതിയും അത് തന്നെയാണ്. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോഴ്സ് നിർത്തിയിട്ട് പോയാലോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മോണ്ടിസോറി മെത്തേഡ് എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
നമ്മുടെ അടുത്ത ബാച്ചിനോടും എനിക്ക് ഈ ഒരു ടൈമിൽ പറയാൻ പറ്റില്ല, കുറച്ചുകൂടെ കഴിഞ്ഞ് പറയുമ്പോൾ അവരത് ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ അവർ പറയുമ്പോൾ ഈ മിസ്സിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് പരിപാടി ചെയ്യുന്നതെന്ന് വിചാരിക്കില്ലേ. അപ്പൊ ഇപ്പോഴത്തെ മെത്തേഡ് നിങ്ങൾക്ക് താല്പര്യമാണോ, അതോ നമ്മുടെ ക്ലാസ് റൂം സ്റ്റഡിയിങ് പോലെ ഒരു സബ്ജക്ട് ഞാൻ അങ്ങ് പഠിപ്പിച്ചാൽ മതിയോ? ടോപ്പിക് ഞാൻ വായിക്കുന്നു, മീനിങ് ഞാൻ പറയുന്നു, അടുത്ത പാരഗ്രാഫ് ഞാൻ വായിക്കുന്നു, മീനിങ് ഞാൻ പറയുന്നു, അത് മതിയോ? ആരും ആദ്യത്തെ പോലെ തന്നെ തുടർന്നാൽ മതി മാം. ആദ്യത്തെ മീൻസ് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇപ്പൊ മാം ചെയ്യണ പോലെ തന്നെ. ഓക്കെ. അപ്പൊ ക്ലാസ് ആരാ പറഞ്ഞ? നസീല അല്ലേ? നസീല വായിച്ചു. ഓരോരുത്തരെ കൊണ്ട് വായിപ്പിച്ചിട്ട് ചെയ്താൽ മതി. അതെ അതെ. അപ്പൊ നസീല സ്റ്റാർട്ട് ചെയ്തു. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഫസ്റ്റ് പാരഗ്രാഫില്ലേ, ചിൽഡ്രൻസ് റിക്വയർമെന്റ്സ് വരെ വായിക്കുക. റീഡിങ്ങും ഒരാൾ വായിക്കുമ്പോഴും ബാക്കിയുള്ളത് കേൾക്കുകയാണല്ലോ. റീഡിങ് ഷുഡ് ബി വിത്ത് ദ ഹാർട്ട് ആൻഡ് ലിസണിങ് ഷുഡ് ബി ബൈ ദ ഹാർട്ട്. നമ്മൾ ഹൃദയം കൊണ്ട് വായിക്കുകയും ചെയ്യണം, ഹൃദയം കൊണ്ട് കേൾക്കുകയും ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മ്യൂട്ട് ചെയ്യുവാണേ. To help the little ones in their constructive work, we have to create a place where sensitive periods, human tendencies, and planes of development are all being watched. A place where each child work at their own rate as per to their own interests. The Montessori prepared environment is perfect, with which improves the children's inner discipline, concentration, belief in themselves, and belief in each other. They evolve a sense of responsibility and admiration for the world and the thing and people within it. A real Montessori environment helps the child in the construction of their own life, a fulfilled life that is a part of the greater good. Montessori was of the view that a Montessori environment should be a loving area, that teachers should watch children and make needful changes to the environment to suit the children's requirements. ഇത്രയും വായിച്ചിട്ട് അതിൽ നിന്ന് എന്താ മനസ്സിലായത്? കേട്ടവർക്ക്, വായിച്ച ആളോടല്ല ചോദിക്കുന്നത്, കേട്ടവർക്ക് എന്ത് മനസ്സിലായി? രേഷ്മ എന്ത് പറയാൻ പോയോ? ഒരു 2-3 ലൈൻസ് കഴിയുമ്പോൾ ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഈസ് പെർഫെക്റ്റ്, വിച്ച് ഇംപ്രൂവ്സ് ദ ചിൽഡ്രൻസ് ഇന്നർ ഡിസിപ്ലിൻ, കോൺസെൻട്രേഷൻ, ബിലീഫ് ഇൻ ദംസെൽസ്. ഓൾറെഡി ഇത് കഴിഞ്ഞുള്ള ചാപ്റ്റർ ഞാൻ എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ അത് മനസ്സിലാകും. കാരണം കുട്ടികളുടെ റിക്വയർമെന്റ്സ് എന്താണോ അതിനനുസരിച്ച് ആ എൻവയോൺമെന്റിനെ മാറ്റുക. നമ്മളുടെ വീട്ടിലൊരു കുഞ്ഞു ബേബി ജനിച്ചു കഴിയുമ്പോൾ ആ കുട്ടിക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ നമ്മൾ ആ വീടിന്റെ നൂക്ക് ആൻഡ് കോർണർ അറേഞ്ച് ചെയ്യും അല്ലെ. കോളിംഗ് ബെല്ല് ഭയങ്കര ശബ്ദമാണെങ്കിൽ അതിനെ ഇനാക്റ്റീവ് ആക്കി വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് പുറത്തേക്ക് വെക്കുക, ആരും കോളിംഗ് ബെല്ല് അടിക്കരുതെന്നോ അങ്ങനെ എന്തെങ്കിലും ആക്കി വെക്കും. പിന്നെ കുട്ടിക്ക് ലൈറ്റ് വേണം, ചെറിയൊരു ഡിം ലൈറ്റ് വെച്ചു കൊടുക്കും. കുറച്ച് അങ്ങ് ഏജ് ആകുമ്പോൾ അതങ്ങ് മാറ്റും. പിന്നെ കുട്ടി കിടക്കുന്ന ബെഡ് അല്ലെങ്കിൽ കുട്ടി യൂസ് ചെയ്യുന്ന കുട്ടിയുടെ നാപ്പീസ്, തുണികള്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വളരെ ഡെലിക്കേറ്റ് ആയിരിക്കും. നമ്മ ആ കുഞ്ഞിന് വേണ്ടുന്ന എൻവയോൺമെന്റ്, കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ് അല്ലെ. നല്ല ഹൈജീൻ ആയിരിക്കും, അങ്ങനെ കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ടി ശരിക്കും ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ അടുക്കളയിലൊക്കെ ഒരു സ്പൂൺ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കും കുട്ടി ഉറങ്ങുവാണെങ്കിൽ. അപ്പൊ നമ്മള് ആ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കുറെ പ്രിപ്പറേഷൻസ് നടത്തും. കുട്ടി വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ കുറെ നമ്മൾ കുട്ടിയുടെ ഓരോരോ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മളിത് മാറ്റിക്കൊണ്ടിരിക്കും. ചില മ്യൂസിക്കിനോട് കുട്ടിക്ക് താല്പര്യമാണെന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ ആ മ്യൂസിക് ഇട്ട് കൊടുക്കും. അപ്പൊ ചില കിച്ചണൊക്കെ അടച്ചിട്ട് മിക്സിയിൽ എന്തെങ്കിലും അരയ്ക്കണം, കിച്ചണിന്റെ ഡോർ ക്ലോസ് ചെയ്ത് ആയിരിക്കും മിക്സിയിൽ അരയ്ക്കേണ്ടാവുക. അപ്പൊ അങ്ങനെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ഇതൊരു
സ്ട്രക്ചേർഡ് ലേണിംഗ് പ്ലേസ് ആണ്. എല്ലാ കാര്യത്തിനും അവിടെ വെച്ചിരിക്കുന്ന ഓരോ ടൂൾസിനും മെറ്റീരിയൽസിനും ഒക്കെ ഓരോ പർപ്പസ് ഉണ്ട്. ഓരോന്നും ഒരു എക്സാക്ട് പ്ലേസിലായിരിക്കും വെച്ചിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫർണിച്ചർ അതിനും വ്യത്യാസം ഉണ്ടാവും. ലൈറ്റ് ആയിരിക്കും, ചൈൽഡ് സൈസ്ഡ് ആയിരിക്കും. കുട്ടികൾ ഈവൻ ഒന്ന് പുഷ് ചെയ്താൽ പോലും അത് അപകടം ഉണ്ടാകരുത് ആ രീതിയിൽ ഡിസൈൻ ചെയ്തതായിരിക്കാം അതിനകത്തെ ഫർണിച്ചർ തന്നെ. കുട്ടികളുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലേണിംഗ് മെറ്റീരിയൽസ് ആയിരിക്കും. അവരുടെ ഫൈൻ ഗ്രോസ് മോട്ടോ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ടൈമാണ്. കുട്ടിയുടെ കയ്യിൽ കൊള്ളുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ മെറ്റീരിയൽസും ഓപ്പൺ ടു ഓൾ ദ ചിൽഡ്രൻ, അവർക്ക് ആക്സസിബിൾ ആകുന്ന രീതിയിലായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു ചുമ്മാ ഒന്ന് നടന്നു പോകുമ്പോൾ അവരുടെ കണ്ണിൽ അത് പെടുമ്പോൾ അതൊന്ന് എടുത്ത് നോക്കാം, ചെയ്തു നോക്കാം. ആ രീതിയിൽ അവർക്ക് ആക്സസിബിൾ ആകുന്ന രീതിയിൽ ഒരു ഓപ്പൺ സ്പേസിലായിരിക്കും ഇത് വെച്ചിരിക്കുന്നത്. ഇതാണ് ശരിക്കും മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലെ മെയിൻ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അത് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറയുകയാണ്. അപ്പൊ മോണ്ടിസോറി ചില കാര്യങ്ങൾ കോൺട്രഡിക്റ്റും ചെയ്തിട്ടുണ്ട്. അതാണ് നെക്സ്റ്റ് സെഷനിൽ വരുന്നത്, ആ ഒരു കോൺട്രഡിക്ഷനെ കുറിച്ച്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്ന വെച്ചാൽ റിയൽ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റ്, അത് അവന്റെ ഓൺ ലൈഫിൽ ഉണ്ടാകുന്ന പല ഡെവലപ്മെന്റുകൾക്കും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മോണ്ടിസോറി ഏരിയ എന്ന് പറയുന്നത്, പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്, ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഒരു ലവിങ് ഏരിയ തന്നെയായിരിക്കും. നമുക്ക് മാക്സിമം ടീച്ചർ എന്നുള്ള വാക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം, ടീച്ചർ സ്റ്റുഡന്റ് എന്നുള്ള വാക്ക് ഒഴിവാക്കാം, ഡയറക്ടർസ് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ, ചിൽഡ്രൻ അങ്ങനെ ഉപയോഗിക്കാം. കുട്ടികളെ അവർക്ക് വാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഇപ്പൊ ഇന്നൊരു രീതിയിൽ കുട്ടി ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്ത് അവൻ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചുകൂടെ വേറൊരു രീതിയിലാക്കിയാൽ കുട്ടിക്ക് നല്ലതായിരിക്കും എന്ന് ആ ഒരു ഫെസിലിറ്റേറ്റർക്ക് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനും തോന്നുവാണെങ്കിൽ അവർ അതിനനുസരിച്ച് ചെയ്യും. നമ്മളും പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിലും അവരുടെ ചില നീഡ്സ് മനസ്സിലാക്കി നമ്മളും പല കാര്യങ്ങൾക്കും മാറ്റം വരുത്താറുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഈവൻ മോണ്ടിസോറി ടെക്നിക്സ് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ കൂടെയും ഒരു അമ്മ ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് നമ്മുടെ ചേച്ചിക്കോ ആർക്കെങ്കിലും ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ നമ്മളും കുറെ കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുവാണ്. അപ്പൊ മറിയ മോണ്ടിസോറിക്ക് അറിയാം ഇത് എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു തോട്ട് തന്നെയാണ്, ഇങ്ങനെ ഒരു എൻവയോൺമെന്റ് പ്രിപ്പയർഡ് ചെയ്യണം എന്നുള്ളത്. ആ ഒരു തോട്ട്സ് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്സ് ഓഫ് ദ ചിൽഡ്രൻ ഇത് മാറ്റം വരുത്തേണ്ടതാണെന്ന് മറിയ മോണ്ടിസോറിക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്കും ആ ഒരു ഫ്രീഡം നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്കൂളിൽ കിട്ടും. നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. വരുന്ന കുട്ടികളെല്ലാം യുണീക്കാണ്. അപ്പം നോക്കുമ്പോൾ ചില കുട്ടികളിലെ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ നന്നായിരിക്കും എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്കത് സജസ്റ്റ് ചെയ്യാം. ഒരു മോണ്ടിസോറി ട്രെയിനിങ് കഴിഞ്ഞ ഒരു ടീച്ചർ പറയുമ്പോൾ തീർച്ചയായിട്ടും ആ സ്കൂളിലെ ഹെഡ് പ്രിൻസിപ്പളോ എച്ച്എമ്മോ ആരാണെങ്കിലും അവരതിന് നല്ല മുഖവിലേക്ക് തന്നെ എടുക്കുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഓരോ പോയിന്റ്സ് ആയിട്ട് ഈ ഒരു എൻവയോൺമെന്റ് എന്താണ്, ശരിക്കും ലൈഫിന്റെ ഒരു സെക്കൻഡറി പാർട്ട് തന്നെയാണ് ഈ എൻവയോൺമെന്റ് എന്നുള്ള രീതിയിൽ മറിയ മോണ്ടിസോറി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോണ്ടിസോറി ഇതിനെ കോൺട്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ അവർ അങ്ങനെ കോൺട്രഡിക്റ്റ് ചെയ്തെന്ന് അവർക്ക് ചിലപ്പോൾ ചില ഒബ്സർവേഷനിൽ തോന്നിയിട്ടുണ്ടാകാം. ഇറ്റ് ക്യാൻ ഹെൽപ്പ്, ഈ ഒരു എൻവയോൺമെന്റ് ഹെൽപ്പും ചെയ്യാം, പലപ്പോഴും ചില കാര്യങ്ങൾ ബ്ലോക്കും ചെയ്യാന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. ഞാൻ അതൊന്ന് സ്ക്രോൾ ചെയ്ത് വെക്കാം, എന്നിട്ട് അടുത്ത ആരെങ്കിലും വായിച്ചു കേട്ടോ. ആ ഒരു പേജില് 2 ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ വരെയാണ് നസീല വായിച്ചത്. അത് മോണ്ടിസോറി എൻവയോൺമെന്റ് ഷുഡ് ബി തുടങ്ങിയിട്ട് ഈ സെൻസിറ്റീവ് അഡൽട്ട്, ഈ 2 ബുള്ളറ്റ് പോയിന്റ്സ് വരെ ആരെങ്കിലും ഒന്ന് വായിച്ചു. Yes, വായിച്ചു. The Montessori environment should be a nourishing place to meet the child's requirements for self-concentration. All barriers to the child's development should be taken away from the environment. It should be noted that though Montessori put this unusual
says on the environment, it is essential to note the following. She considered the environment as secondary to life itself. It can modify in that it can help or hinder, but it can never create. The origins of the development, both in the species and in the individual, lie within. The child then does not grow as he happens to be put in a nourishing environment. He grows because the potential life within him develops, making itself visible. The environment should be carefully planned for the child by a knowledgeable and sensitive adult. മാം മ്യൂട്ടാണ്. സോറി, ഞാൻ മുബീന സ്മൂത്ത് ആയിട്ട് വായിച്ചോട്ടെ എന്ന് കരുതി ഞാൻ മ്യൂട്ട് ചെയ്താൽ ഞാനത് പറഞ്ഞത്. മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു നറിഷിംഗ് പ്ലേസ് ആണ്. പക്ഷെ അന്തരീക്ഷം അനുകൂലമായാൽ ഏത് ചെടിയും വളരുന്നു പറയണ പോലെ അതുപോലെ നല്ലൊരു എൻവയോൺമെന്റ് ഒരു നറിഷിംഗ് പ്ലേസ് ആണ്. അവിടെ എല്ലാം പെട്ടെന്ന് ഡെവലപ്മെന്റ് സംഭവിക്കും എന്നാണ് പറയുന്നത്. കുട്ടികളുടെ റിക്വയർമെന്റ്സും എല്ലാം കണക്കിലെടുത്ത് അത് നല്ലപോലെ വരുന്നത്. പിന്നെ ആ എൻവയോൺമെന്റില് കുട്ടികൾക്ക് വരുന്ന ബാരിയേഴ്സ്, എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് ഏതൊരു രീതിയിലുള്ള തടസ്സങ്ങളാണെങ്കിലും ശരി, അത് മാറ്റിക്കൊടുക്കണമെന്ന് പറയും. മോണ്ടിസോറി പലപ്പോഴും ഇതെങ്ങനെ ചില കാര്യങ്ങളിൽ കോൺട്രഡിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മോണ്ടിസോറി പറയുന്നത് ഈ എൻവയോൺമെന്റ് ഒരു സെക്കൻഡറി ടു ലൈഫ്, കുട്ടിയുടെ ലൈഫിന്റെ ഒരു സെക്കൻഡറി തിങ്. അപ്പൊ നമ്മൾ സ്കൂള് ഒരു സെക്കൻഡ് പ്ലേസ്, സെക്കൻഡ് ഹോം അല്ലെങ്കിൽ അങ്ങനെ പറയാറുണ്ടല്ലോ, അതുപോലെ ഈ ഒരു എൻവയോൺമെന്റ് ഒരു സെക്കൻഡറി ടു ലൈഫാണ്. ഇത് ഹെൽപ്പ് ചെയ്യും. സംടൈംസ് ഇത് ബ്ലോക്ക് ചെയ്യാൻ പറയും. കാരണം ചിലപ്പോ നമ്മൾ പറയാറില്ല എല്ലാ സൗകര്യങ്ങളും കൂടെ വന്നു കഴിഞ്ഞാല് ചിലപ്പം നന്നാവില്ല. ഞാൻ ഇന്നലെ ഒരു ക്ലാസ്സിന് പോയി, എന്റെ മോനെയും കൊണ്ട് പോയൊരു ക്ലാസ്സിലായിരുന്നു. അവിടെ 9th പഠിക്കുന്ന ഒരു മോള് വന്നു. അതിന്റെ കൂടെ അതിന്റെ ഗ്രാൻഡ് മദർ ഉണ്ട്, അതിന്റെ മദറും ഉണ്ട്. അപ്പം രാവിലെ സ്നാക്കിന്റെ ടൈം ഉണ്ട്, ഉച്ചയ്ക്ക് ലഞ്ച്, അതുപോലെ വൈകുന്നേരം സ്നാക്കിന്റെ ടൈം ഉണ്ട്. മോർണിംഗ് സ്നാക്കിന്റെ സമയത്ത് ഉഴുന്നുവടയായിരുന്നു കിട്ടിയത്. ഇവര് ഈ അമ്മൂമ്മയും ഈ അമ്മയും കൂടിയിട്ട് ചായ എടുത്തുകൊണ്ട് വരുന്നു. ബാക്കി കുട്ടികളൊക്കെ അതിനേക്കാൾ ചെറിയ കുട്ടികളുണ്ട്, അവരെല്ലാം തന്നെത്താനെ പോയി ഗ്ലാസ് എടുത്ത് ചായ എടുക്കുന്നു, ടിഷ്യൂ എടുത്തിട്ട് സ്നാക്ക് എടുത്ത് അവരവരുടെ പ്ലേസിൽ പോയിരുന്നു കഴിക്കും. ഞാൻ എന്റെ മോന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല, അവനൊക്കെ തന്നെ എങ്ങനെ ചെയ്യും. അപ്പൊ ഈ കുട്ടി ഒത്തിരി മൊബൈൽ അഡിക്ഷൻ ഉള്ള കുട്ടിയാണ്. ഗ്യാപ്പിൽ ഈ കൊച്ച് മൊബൈല് നോക്കുന്നു, അമ്മൂമ്മ ചായ കൊണ്ടുവന്ന് അതിന് കുടിക്കാൻ പാത്രം തണുപ്പിൽ കൊണ്ടുവയ്ക്കുന്നു. ഉഴുന്നുവട കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കീറി വെച്ചു. എന്താ മനസ്സിലായില്ല. അതൊക്കെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ നേരത്തും ഇത് തന്നെ. കുട്ടി കൈകൊണ്ട് ഭക്ഷണം കഴിക്കില്ല, സ്പൂണ് വേണം. അമ്മയുടെ ബാഗില് ഒരു മരത്തവി, മറ്റേ വുഡിന്റെ പോലത്തെ സ്പൂൺ ഉണ്ട്, അതിരിക്കും. സ്പൂൺ വെച്ച് കഴിക്കുന്നു, മൊത്തം മൊബൈലില്ല. വൈകുന്നേരം സ്നാക്കിന്റെ സമയമായപ്പോ ഇതുപോലെ തന്നെ അമ്മൂമ്മ ചായ എടുത്തുകൊണ്ട് വെക്കുന്നു. പരിപ്പ് വട പിച്ചി 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 എടുത്ത് വെക്കുന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് മുളകും കറിവേപ്പിലൊക്കെ മാറ്റി അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് വെക്കുന്നു. പാമ്പറിങ്ങിന്റെ അങ്ങേയറ്റമാണ്. അങ്ങനത്തെ ഒരു സ്റ്റേജില് 9th പഠിക്കുന്ന കുട്ടി, 9th പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, അവിടെ കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നു. 12 years, എന്റെ മോന് 13 years ആണ്, 8th standard, 7th standard. അങ്ങനെ ബാക്കി ഈ ഒരു കുട്ടി മാത്രമേ ഇങ്ങനെ കണ്ടുള്ളൂ. ബാക്കി എല്ലാ കുട്ടികളും തന്നെത്താനെ ടോയ്ലറ്റിൽ പോകുന്നു. ഇത് ടോയ്ലറ്റിൽ പോകാൻ നേരത്ത് അമ്മ പുറകെ പോകുന്നു. ടോയ്ലറ്റിൽ പോയി വരുമ്പോഴേക്കും അമ്മ വാഷ് ബേസിന്റെ അടുത്ത് നിൽക്കുന്നു, കുട്ടിയോട് കൈ കഴുകാൻ പറയുന്നു, കുട്ടിക്ക് ടിഷ്യൂ കൊടുക്കുന്നു. ഭയങ്കര കാഴ്ചകളായിരുന്നു കണ്ടത്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ കണ്ടു. അപ്പൊ ആ കുട്ടിക്ക് എന്താ പറയാ, ഒരു ക്യാമ്പ് പോലുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, റഫ് ക്യാമ്പ്, പരിക്കൻ ക്യാമ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, NSSന്റെ ക്യാമ്പൊക്കെ നടത്തുന്നിടത്ത് നമുക്ക് അവിടെ ഫെസിലിറ്റീസ് കുറവാണ്. ബെഞ്ചിലായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്, ബെഞ്ചെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട്. വീട്ടിലെ പോലെ കട്ടിലും ബെഡും ഒന്നും ഉണ്ടാവില്ല. അപ്പം കുട്ടികൾ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ടോയ്ലറ്റ് 1, 2, 3 ഒക്കെ കാണും, ഇന്ത്യൻ ആയിരിക്കാം, അപ്പൊ അത് യൂസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ പല രീതിയിലും കാണും. പിന്നെ അവിടെ അവര് തന്നെ വെക്കുന്ന ഭക്ഷണം അവര് തന്നെ കഴിക്കും. ഇതുപോലുള്ള ക്യാമ്പിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു എൻവയോൺമെന്റിലേക്ക് ചെല്ലുമ്പോൾ ഈ കുട്ടിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. പക്ഷെ ചില കുട്ടികൾ എന്ത് എൻവയോൺമെന്റ് ആയാലും മേർജ് ആയി പോകും.
അതുകൊണ്ടായിരിക്കാം മറിയ മോണ്ടിസോറി ഇവിടെ അത് ഒരു കോൺട്രഡിക്ഷൻ ആയിട്ട് പറഞ്ഞത്. ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഓർ ഹിൻഡർ, ബ്ലോക്കിങ് ചെയ്യാം. എല്ലാ സൗകര്യങ്ങളും കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പറയില്ലേ, എല്ലാ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് നമ്മള് മോശമായി പോയി. ചില കുട്ടികളെങ്ങനെ ആൾക്കാര് പറയുമല്ലോ, ഒറ്റ മോളാണ് എല്ലാം കൊടുത്തു, അങ്ങനെ അത് അവസാനം തല തിരിഞ്ഞു പോയി എന്നൊക്കെ പറയില്ലേ. അതുപോലെ മറിയ മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ ആയിരുന്നു, ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഓർ ഹിൻഡർ, ബ്ലോക്കും ചെയ്യാം, ബട്ട് ഇറ്റ് ക്യാൻ നെവർ ക്രിയേറ്റ്, അതും ചെയ്യാം. ക്രിയേറ്റിവിറ്റിക്ക് ചിലപ്പോൾ ചാൻസ് കുറയാം. അങ്ങനെയും ഒരു ഒബ്സർവേഷൻ വന്നപ്പോൾ മോണ്ടിസോറി ആ എൻവയോൺമെന്റിനെ അതിനനുസരിച്ച് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചു. അതാണ് ഇവർ കോൺട്രഡിക്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. എല്ലാ സൗകര്യങ്ങളും കൊടുത്തു, അപ്പൊ അവിടെ അതിൻ്റെതായ ബുദ്ധിമുട്ട് വരും. 10 കുട്ടികളുള്ള ക്ലാസ് റൂം, ആ ഒരു ക്ലാസ് ആണെന്ന് വിചാരിക്കുക. ആ ക്ലാസ്സിന് വേണ്ടിയിട്ട് 2 ടോയ്ലറ്റ്സ് ആണ് വിചാരിക്കുക. ബോയ്സിനും ഗേൾസിനും 2 ടോയ്ലറ്റ്സ് ആണ്. സോ ഈ 10 കുട്ടികളുടെ ഒരു 4 പെൺകുട്ടിയും 6 ആൺകുട്ടിയും ഉണ്ടെങ്കിൽ 4 പേര് ആ ടോയ്ലറ്റിൽ പോകാനായിട്ട് പോകുമ്പോൾ 4 പേരും വളരെ ഡിസിപ്ലിനോട് കൂടി കൈയൊക്കെ പുറകെ കെട്ടി ബാക്ക് ടു ബാക്ക് ഇങ്ങനെ നിന്ന് പോകും. 6 പേര് ബോയ്സും അതുപോലെ അവരുടെ ടോയ്ലറ്റിലും അങ്ങനെ നിൽക്കും. അവിടെ ഒരു ഡിസിപ്ലിൻ അവർ പഠിക്കും. അതേസമയം 10 പേർക്കും 10 ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ക്യൂ നിൽക്കണം, ഡിസിപ്ലിൻ, അതാണ് മോണ്ടിസോറി അവിടെ ഉദ്ദേശിച്ചത്. നമ്മള് എൻവയോൺമെന്റ് കൂടുതൽ ഫെസിലിറ്റിയിൽ കൊടുക്കുമ്പോൾ സംതിങ് വിൽ ബ്ലോക്ക്, ചില കാര്യങ്ങൾ ബ്ലോക്ക് ആവും. അപ്പൊ കുട്ടികൾക്ക് എല്ലാ ഫെസിലിറ്റിയും കിട്ടുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാട്ടെ, ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഒന്നും മോണ്ടിസോറി പറഞ്ഞിട്ടില്ല, ഞാൻ ഈ സിറ്റുവേഷന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. 10 പേർക്കും 10 ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അവിടെ അവർക്ക് ഇടികൂടിന്റെയോ അല്ലെങ്കിൽ ക്യൂ നിൽക്കേണ്ട ആവശ്യം, ഇടികൂടുന്ന കാര്യം മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇല്ല, ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. വളരെ ഓരോരുത്തർക്കും ഓരോന്നുള്ള രീതി കിട്ടി അല്ലെ. അതുപോലെ തന്നെ മറിയ മോണ്ടിസോറിയുടെ ആ എൻവയോൺമെന്റിലെ ഒരു പ്രത്യേകത എന്താ, അഡീഷന് വേണ്ടിയിട്ട് ഒരു മെറ്റീരിയൽസ് ഉണ്ട്. ഒരെണ്ണേ ഉള്ളൂ. ക്ലാസ് റൂമിൽ 6 പേരുണ്ട്. അപ്പൊ 2 പേർക്ക് അഡീഷൻ ചെയ്യണം. ഒരാൾ ചെയ്ത് കഴിയുന്നവരെ മറ്റേയാള് വെയിറ്റ് ചെയ്യും. ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് ആ മെറ്റീരിയൽ തിരിച്ച് ആ പ്ലേസിൽ തന്നെ കൊണ്ടുവയ്ക്കും. അപ്പൊ രണ്ടാമത്തെ ആള് പോയി അത് എടുക്കും. സോ അവിടെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്, അവരുടെ ഒരു സെൽഫ് കൺട്രോള്, അതൊക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അതേസമയം ഈ ക്ലാസ് റൂമിലെ 10 കുട്ടികൾക്കും 10 ഒരേപോലെ അഡീഷന് പഠിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കുക. അവരുടെ അവിടെ ആ ഒരു ഡിസിപ്ലിൻ, സെൽഫ് കൺട്രോൾ പഠിക്കാനുള്ള ചാൻസ് അവിടെ നഷ്ടപ്പെടുവാണ് അല്ലെ. ഇതാണ് മോണ്ടിസോറി ഉദ്ദേശിച്ചത്. അതാണ് അവര് ആ എൻവയോൺമെന്റിൽ വ്യത്യാസം വരുത്തിയത്. ഓരോ കുട്ടിക്കും ഓരോ മെറ്റീരിയൽ കൊടുക്കാതെ മെറ്റീരിയൽ അത് ഒന്ന് ലിമിറ്റഡ് ആക്കി. ഈ 10 പേരുണ്ടെങ്കിൽ 2 ടൈപ്പ് വച്ചു കഴിഞ്ഞാൽ അവര് അതിനനുസരിച്ച് പഠിച്ചു. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? എല്ലാ ഫെസിലിറ്റിയും ഓരോ കുട്ടിക്ക് അനുപാതികമായിട്ട് അതിനനുസരിച്ച് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മോണ്ടിസോറി എൻവയോൺമെന്റ് കൊണ്ടൊരു ഗുണമുണ്ടോ? മോണ്ടിസോറി പറഞ്ഞ സെൽഫ് കൺട്രോളും ഡിസിപ്ലിനും ഒന്നും താനേ വരില്ല. അപ്പൊ അതാണ് അതാണ് അവര് കോൺട്രഡിക്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു എൻവയോൺമെന്റ് ഹെൽപ്പ് ചെയ്യാം, ബട്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, ക്രിയേറ്റിവിറ്റി കുറയ്ക്കാം എന്ന് പറയുന്നതിന് കാരണം അതാണ്. നമ്മളുടെ എല്ലാവരുടെയും ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങണം. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ സന്തോഷം കണ്ടെത്തണമെങ്കിൽ എല്ലാം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം. നമ്മൾ പറയില്ല, അതുപോലെ ഡെവലപ്മെന്റ് എല്ലാം വിത്തിൻ നമ്മളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ആ കുട്ടിയെ അങ്ങനെ ഒരു എൻവയോൺമെന്റിലാക്കുമ്പോൾ കുട്ടി ഡെവലപ്പ് ചെയ്യുന്നു. അവന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഈ ത്രൂ ഔട്ട് ദ ലൈഫ് അവൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ വീട്ടിലാണെങ്കിലും 2 കുട്ടികളുണ്ട്, നമുക്ക് ഒരു റുബിക്സ് ക്യൂബ് ആണുള്ളത്. കുട്ടികൾ തമ്മിൽ കൂടുമ്പോൾ എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ 2ാമതൊരെണ്ണം വാങ്ങും. പക്ഷെ അതൊരു തെറ്റാണെന്നേ ഞാൻ പറയും. ഒരെണ്ണം മതി. ഒരാൾ കളിച്ചു കഴിയും, അല്ലെങ്കിൽ ടൈം വെക്കുക. അവര് തമ്മിൽ ഡിസൈഡ് ചെയ്ത് ഇന്ന ടൈമിൽ ഞാനത് കളിക്കും, ആ ടൈം കഴിയുമ്പോഴേക്കും അടുത്ത ആൾ. അവിടെ ഒരു ഡിസിപ്ലിനും തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും അവരൊന്നോ സെൽഫ് കൺട്രോൾ, അല്ലെങ്കിൽ ഓരോ കുട്ടിക്കും ഓരോന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മളും അതൊന്നും നമ്മുടെ വീടുകളിലൊന്നും പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഒരു വീട്ടിൽ ഒരെണ്ണം മതി, 2 വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അതേസമയം ഇപ്പൊ കോളേജിലൊക്കെ പോകുന്ന സ്കൂളിലൊക്കെ പോകുന്ന ടീനേജിലുള്ള കുട്ടികൾക്ക് സൈക്കിളിലാണ് പോകുന്നെങ്കിൽ നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാം 2 പേർക്കും. കാരണം 2 പേരും ഒരേ സമയത്ത് ഇറങ്ങണം, 2 പേരും പോകുന്നു, ട്യൂഷൻ അങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ എന്താണോ റിക്വയർമെന്റ് അതിനനുസരിച്ച് വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ആ
അവരുടെ ആ ഡെവലപ്മെന്റിലെ ചില കാര്യങ്ങളിലൂടെ ഒന്നും അവർ കടന്നു പോകില്ല. എന്തും എനിക്ക് കിട്ടിക്കോളും. ഞാൻ ആ പറഞ്ഞ 9th കൊച്ചിനെ കണ്ട കാര്യം. അപ്പം സെഷൻ അത് തന്നെയായിരുന്നു, കുട്ടികളെ ഒന്ന് ഡെവലപ്പ് ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു. ശരിക്കും നമ്മുടെ മോണ്ടിസോറി മെത്തേഡ്സ് ഒക്കെ തന്നെയായിരുന്നു സെഷൻ ഹാൻഡിൽ ചെയ്ത് രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അപ്പം അവര് ഒബ്സർവ് ചെയ്തു. അവര് പാരന്റ്സിനെ വിളിച്ച മീൻസ് ഈ അമ്മയും വിളിച്ചിട്ട് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു. അത് ചെയ്തുകൊണ്ടിരുന്ന മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, ജസ്റ്റ് ലുക്ക്, അവരൊന്ന് നോക്ക്, പാമ്പറിങ്ങിന്റെ അങ്ങേയറ്റമാണ്. അതാണ് കുട്ടി ഭയങ്കര എന്താ പറയാ വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഇല്ലാതെ അതിന് പറ്റില്ല, അമ്മയോട് ഭയങ്കര ദേഷ്യം, അങ്ങനെയൊക്കെ ഒരു റിബൽ ടൈപ്പാണ്. അങ്ങനെ അവർ അടുത്ത സെഷന് വേണ്ടിയിട്ട് ആ കുട്ടിക്ക് സെപ്പറേറ്റ് തെറാപ്പി, ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും അങ്ങനെ തെറാപ്പിയുടെ ആവശ്യമില്ല, ഈ കൊച്ചിന് സൈക്കോതെറാപ്പിയുടെ ആവശ്യമുണ്ടെന്ന് അവർ തന്നെ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് എന്നിട്ടൊരു ആളെ റെഫർ ചെയ്തു, അങ്ങോട്ട് ആ കുട്ടിയെ പറഞ്ഞു വരും. അപ്പൊ നമ്മൾ പാരന്റ്സ് ഡീൽ ചെയ്താൽ തന്നെ നമ്മുടെ കുട്ടികള് ആ ഒരു ഇപ്പം മോണ്ടിസോറി എൻവയോൺമെന്റ് എന്താണെന്ന് അറിയാതെ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ എന്തോരം ഡിസിഷൻ എടുക്കുന്നുണ്ട്. അതെല്ലാം എക്സാക്ട് സിമിലർ ടു എന്തോ ഒരു മാച്ചും ഉണ്ട് ശരിക്കും മോണ്ടിസോറി മെത്തേഡായിട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാകും. ഇത് തന്നെയാണ് മറിയാം മോണ്ടിസോറി. അവരും ഒരു അമ്മയായിരുന്നു. അവര് കുട്ടികളെ ഒത്തിരി ഒബ്സർവ് ചെയ്തു, പല കുട്ടികളുടെ ലൈഫ് ഒബ്സർവ് ചെയ്തു, പാരന്റ്സിന്റെ രീതികളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടാണ് അവർ ഈ മെത്തേഡ് അത്രയും നോക്കി മനസ്സിലാക്കിയിട്ടാണ് അവർ ഈ മെത്തേഡ് ഡിസൈൻ ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഈ മെത്തേഡിന്റെ എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലെ പല സ്ട്രാറ്റജീസും നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവും ചില സ്റ്റെപ്സ് ഞാൻ എടുത്തത് ശരിയായില്ല, അത് കറക്റ്റ് ചെയ്യണമെന്ന് നമുക്ക് തന്നെ ഇപ്പൊ ബോധ്യമായിട്ടുണ്ടാവും. നമ്മളത് ക്ലിയർ ചെയ്തുകൊണ്ടേ പോകും. കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ കുട്ടി നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് ആ കൊച്ച് പോകുന്ന വഴികളെല്ലാം നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അവരുടെ ആ ഡെവലപ്മെന്റ് നമുക്ക് എന്റെ മുകളിലെ ടീനേജ് സമയത്ത് ഞാൻ ഒട്ടും ടെൻഷനിലായിരുന്നില്ല. ഒരു പക്ഷെ ഞാൻ ഇങ്ങനെയൊരു കോഴ്സ് ആ ഒരു പ്രോസസ്സിലൂടെ ഞാൻ ആ 1 year ആ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു പക്ഷെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് അവൾ ഒരു പക്ഷെ പോയേനെ. പക്ഷെ വളരെ ടെൻഷൻ ഫ്രീ ആയിരുന്നു എനിക്ക് അവളുടെ ടീനേജ്. ആ ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏജിൽ വളരെ ടെൻഷൻ ആയേനെ ഞാൻ. കാരണം എന്റെ അതേ പ്രായത്തിലുള്ള പല അമ്മമാരും എന്റെ ഫ്രണ്ട്സും എന്റെ മോളുടെ ഏജിലുള്ള പല മക്കളുള്ളവരും പല പ്രശ്നങ്ങൾ പറഞ്ഞത് എനിക്ക്. പക്ഷെ ഞാനൊന്നും അതിലൂടെ കടന്നുപോയില്ല. കാരണം വെച്ചാല് ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ എന്റെ വീട്ടിൽ എന്ത് ചേഞ്ചസ് വരുത്താം. പെർഫെക്റ്റ് ഒന്നും ആയിട്ടുണ്ടാവില്ലായിരിക്കാം പല കാര്യങ്ങളിലും, പക്ഷേ കുട്ടികളൊന്നും ഹൈഡ് ചെയ്യാതെ അവരെന്തും തുറന്നു പറഞ്ഞു. അവർക്ക് 6th സ്റ്റാൻഡേർഡിലോ ഒരു ക്രഷ് ഒരാളും പോയി പറഞ്ഞതും 7th സ്റ്റാൻഡേർഡിലോ അതിനോട് തിരിച്ച് ക്രഷ് തോന്നി വരും എല്ലാം ഓപ്പൺ ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് അതിനൊരു പ്ലാറ്റ്ഫോം അവർക്ക് കൊടുക്കുന്നുണ്ടല്ലേ. പിന്നെ ഇപ്പം +1 പഠിക്കാൻ ഹോസ്റ്റലിൽ പോയപ്പോ ഹോസ്റ്റലിൽ പോകുന്നത് നമ്മുടെ ദൂരെയാണ്. പക്ഷെ ദൂരെയാണെങ്കിലും സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു വരി വിടാതെ കുട്ടി നമ്മളോട് പറയണമെങ്കിൽ നമ്മൾ ആ ഒരു സ്പേസ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഒരു എൻവയോൺമെന്റ് അങ്ങനെ വന്നത് കൊണ്ടാണ് കുട്ടികൾ അത് നമ്മളോട് വന്ന് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. ചില അമ്മമാര് പറയണേക്ക് എനിക്ക് സമയം കിട്ടുന്നില്ല, ജോലി, വീട്ടിലെ പണി. ശരി, അതുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, ഞാൻ 2 പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, അത് കൂടാതെ ഞാൻ ഒരു ഫേമിന് വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ടൈം മാനേജ്മെന്റ് ഞാൻ നിങ്ങൾക്ക് ആ ഒരു ആക്ടിവിറ്റി തന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. തന്നിരുന്നു? ടൈം മാനേജ്മെന്റ് തന്നിട്ടില്ലല്ലോ. ജസ്റ്റ് ആ ഒരു ആക്ടിവിറ്റി നാളെ ഞാൻ ഇതിടാം. മറ്റവരോട് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് നിങ്ങൾ ഓരോ ദിവസവും മൺഡേ ടു സൺഡേ, സൺഡേ ടു സാറ്റർഡേ എങ്ങനെയാന്ന് വെച്ചാൽ എടുക്കുന്നത് വെച്ചാൽ സൺഡേ ആണ് ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സൺഡേ ടു സാറ്റർഡേ നമുക്ക് എടുക്കാം. എന്നിട്ട് ആ 7 days കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓരോ ടൈമിലും എന്താണ് ചെയ്യുന്നത് എഴുതി വെക്കുക. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യായിരിക്കും. എല്ലാ ആഴ്ചയിലും നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ക്ലാസ് കാണുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ടില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണുന്നത്, ക്ലാസ്സിന്റെ അസൈൻമെന്റ് എഴുതുന്നത്, വീട്ടിലെ മോർണിംഗ് റൊട്ടീൻസ്, കുട്ടികളെ പഠിപ്പിക്കുന്നത്, ഗാർഡനിങ്ങോ പിന്നെ നമ്മളുടെ ഡാൻസോ പാട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ എക്സ്ട്രാ നമ്മുടെ എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇതെല്ലാം എഴുതി വെക്കുക, അതിനൊക്കെ കൊടുത്ത ടൈം. അപ്പൊ ചിലപ്പം ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ വന്ന് ടൈം എനിക്ക് കിട്ടാതെ വരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ആലോചിക്കാം ഞാൻ അവിടെ എങ്ങനെ ആ ടൈം ഞാൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും, ഞാൻ അത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, ഞാൻ എന്ത് സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 1 hour ചെയ്യേണ്ട ഒരു കാര്യം
1 അവർ കൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിനേക്കാൾ കുറവ് ടൈമിൽ അല്ലെങ്കിൽ ആ 1 അവറിൽ അത് കുറച്ചുകൂടെ എനിക്ക് ഭംഗിയാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ട് നെക്സ്റ്റ് വീക്ക് അതൊന്ന് പ്ലാൻ ചെയ്യാം. ആ രീതിയിൽ തന്നെ പോകുന്നുണ്ടോ നോക്കാം. ഏറ്റക്കുറിച്ചിൽ ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് നോക്കാം. ചിലപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് വിളിക്കുന്നു, ഒന്ന് ഹോസ്പിറ്റലിൽ കൂടെ പോകാമെന്ന് നമുക്ക് നോ പറയാൻ പറ്റില്ല. നമ്മൾ തീർച്ചയായും പോകണം അല്ലേ? നമ്മൾ കൂടെ സപ്പോർട്ടിന് ഉണ്ടാകും എന്ന് വിചാരിച്ചായിരിക്കും ആള് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും നോ പറയുന്നത്. കാരണം നമ്മൾ ഈ കോഴ്സിന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എമ്പതി, കമ്പാഷൻ എല്ലാം ഉണ്ടാവും. ആ ഒരു ദയവ് അവരോട് അങ്ങനെ അവരോട് ചെയ്യേണ്ട കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അങ്ങനെ ചില എമർജൻസി ഒക്കെ വരുമ്പോൾ നമ്മുടെ ആ ടൈം ഷെഡ്യൂൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറും. അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം എല്ലാ വർക്കും അപ് ടു ഡേറ്റ് ആയിട്ട് നടക്കും. കുറേ പേര് പറഞ്ഞു ക്ലാസ് കുറേ മിസ്സായി, എനിക്ക് റെക്കോർഡ് ക്ലാസ് കാണാൻ സമയം കിട്ടുന്നില്ല, എനിക്ക് അസൈൻമെന്റ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ജസ്റ്റ് ഇനി അതൊന്നൊന്ന് കറക്റ്റ് ചെയ്ത് ഒന്ന് നോക്കുക. ഞാൻ അതൊന്ന് നാളെ ആക്ടിവിറ്റി ആയിട്ട് ഇടാം. സബ്മിറ്റ് ചെയ്യേണ്ടതൊന്നുമല്ല, നമ്മുടെ സ്വന്തം എന്താ പറയാ, ഇയർ പ്ലാൻ വീക്ക് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യില്ലേ, അപ്പൊ അതുപോലെ നിങ്ങൾക്ക് സ്വയം ഒന്നും ആക്കി വെച്ചിട്ട് മോഡിഫൈ ചെയ്യാം. ഇവിടെ ചെയ്യില്ലേ, വരുന്ന കുട്ടികളുടെ വ്യത്യാസങ്ങൾ, ഇൻഡിവിജ്വൽ ഡിഫറൻസസും അവരുടെ റിക്വയർമെന്റും അനുസരിച്ച് ഈ എൻവയോൺമെന്റിൽ മാറ്റം വരുത്തുന്നു. അതുപോലെ നമ്മുടെ ടൈം ടേബിളിൽ എന്തൊക്കെ മാറ്റം വരുത്തിയാലാണ് അത് കറക്റ്റ് ആവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നാളെ തന്നെ എത്തിയേക്കാം കേട്ടോ. സെക്കൻഡ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസും നാളെ ഉണ്ടാവേ. സെക്കൻഡ് റെക്കോർഡ് കുറച്ച് എളുപ്പമുള്ള തന്നെ വരുന്നു. ക്രിയേറ്റിവിറ്റിയുടെ അടുത്ത പ്രാവശ്യം ചെയ്യാം, കാരണം ഇംഗ്ലീഷ് ഒരുവിധമായി വരുന്നില്ലേ ഉള്ളൂ. സെക്കൻഡ് റെക്കോർഡ് അതർ ആക്ടിവിറ്റി ബുക്ക് എന്ന് പറഞ്ഞ പസിൽസ് ആൻഡ് കിഡ്സ് അതർ ആക്ടിവിറ്റി ബുക്ക്. അത് ഫസ്റ്റ് ബുക്കിൽ നിന്നുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ അവിടെ ക്വസ്റ്റ്യൻ മാത്രം മതി, ആൻസർ വേണ്ട. പസിൽസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കളർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, കളർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഡോട്ടഡ് ലൈൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതായിരിക്കാം, ആൻസർ ചെയ്യേണ്ട. ക്രോസ് വേർഡ് ഫില്ല് ചെയ്യാനുള്ളതായിരിക്കാം. അതെല്ലാം ക്വസ്റ്റ്യൻ മതി, അതിന് ആൻസർ വേണമെന്നില്ല. ഇനി നിങ്ങൾക്ക് തോന്നുവാണ് എന്റെ റെക്കോർഡിന് എനിക്ക് ആൻസറും കൂടി ചെയ്യണം തോന്നുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതാണ്. ഇതിന്റെ ആക്ടിവിറ്റിയുടെ നാളെ തരാം. ഇത് ജസ്റ്റ് നമ്മളുടെ ലൈഫുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ എൻവയോൺമെന്റ് ഷുഡ് ബി കെയർഫുള്ളി പ്ലാൻഡ് ഫോർ ദ ചൈൽഡ് ബൈ എ നോളജബിൾ ആൻഡ് സെൻസിറ്റീവ് അഡൾട്ട്. ശരിയാണ്. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു ബേബി ഉണ്ടാകുമ്പോ നമ്മുടെ വീട്ടിലെ മുതിർന്ന മുത്തശ്ശിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു അല്ലെ? അങ്ങനെയുള്ള ആളായിരിക്കണം ഈ മോണ്ടിസോറി എൻവയോൺമെന്റ് കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്യാൻ. അതിന് ഞാൻ പറഞ്ഞ മോണ്ടിസോറി ബാക്ക്ഗ്രൗണ്ടുമായിട്ട് നിങ്ങളൊരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പൾ വരെ നിങ്ങളോട് ചോദിക്കും ഇവിടെ എന്ത് മാറ്റം വരുത്തണം. നമുക്ക് സജസ്റ്റ് ചെയ്യാം, പല കാര്യങ്ങളും നമുക്ക് ഡിമാൻഡ് ചെയ്യും. കാരണം സ്കൂളുകാർക്ക് അറിയാം കുട്ടികളുടെ ബേസ് അതാണ്, അവിടെ നിന്ന് തുടങ്ങിയാണ്. അല്ലാണ്ട് കുറേ വലുതായിട്ട് മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് നമ്മളുടെ എല്ലാ വാക്കുകളും അവര് റെസ്പെക്റ്റോട് കൂടി തന്നെ നോക്കും. അപ്പൊ അതറിയാവുന്ന ഒരാളായിരിക്കണം കെയർഫുള്ളി അത് പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ. അടുത്തത് ആ പോയിന്റ്സിലുള്ളതാണേ. മറിയ മോണ്ടിസോറി ചില കാര്യങ്ങളെ എംഫസൈസ് ചെയ്ത് പറഞ്ഞു എന്നുള്ളതിൽ ഫസ്റ്റ് 2 പോയിന്റ്സ് നമ്മൾ കഴിഞ്ഞു. ഇനി 6 പോയിന്റ്സും കൂടി ഉണ്ട്. അതിലെ 3 ബുള്ളറ്റ് പോയിന്റ്സ് ആരെങ്കിലും ഒരാൾ വായിച്ചു. ഓക്കെ. ആരാ വായിക്കണേ? സാബിക്കയാണോ അഫ്രയാണോ? രണ്ടുപേരും ഞാൻ വായിക്കാം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അഫ്രയ്ക്ക് കൊടുക്കാം അല്ലെ സാബിക്ക? ഓക്കെ. ശരി. അഡൽട്ട് അതല്ലേ? എനിക്കത് സ്ക്രീനിൽ കാണുന്നു. 3 പോയിന്റ് ആണ്. കാണുന്നില്ലേ സ്ക്രീനിൽ? ഇപ്പൊ കാണുന്നുണ്ട്. The adult must be participant in the child
living and growing within the desired environment. The Montessori environment, the child must be helped in his development by the following methods. He must be aided towards the freedom through his environment. He should be given activities that promote independence. He should not be helped by the other in act he can perform for himself. He should be taught some self-help skills like buttoning, zipping, putting on the shoes, and other activities that aid him towards the freedom. അതുപോലെ മേഡം. Yes. ഈ കുട്ടിയുടെ ആ ഒരു എൻവയോൺമെന്റില് കുട്ടി ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവന്റെ പല ഡെവലപ്മെന്റും നടക്കുവാണല്ലോ. അപ്പൊ ഈ അഡൾട്ട്, അതായത് ഡിസൈൻ ചെയ്ത ഒരു അഡൾട്ട്, നമ്മുടെ ഡയറക്ടർ ഫെസിലിറ്റേറ്റർ ആരാന്ന് വെച്ചിട്ടുണ്ടായിരിക്കില്ല, അയാൾ ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കണം. അല്ലാതെ കുട്ടിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടീച്ചറിനെ പോലെയല്ല, പാർട്ടിസിപ്പന്റ് എന്നുള്ള നിലയിൽ അവിടെ തന്നെ കാണും. ആ രീതിയിലായിരിക്കണം ആ എൻവയോൺമെന്റിൽ, ആ ഡിസൈൻ ചെയ്തിരിക്കുന്ന എൻവയോൺമെന്റ്. പിന്നെ ആ ഒരു എൻവയോൺമെന്റില് ഈ ചൈൽഡ് ആ ഡെവലപ്മെന്റില് പല രീതിയിലും കുട്ടിക്ക് പല മെത്തേഡ്സിലും ഈ ഒരു ഡെവലപ്മെന്റ് വരുവാണ്. ഈ എൻവയോൺമെന്റിലൂടെയാണ് കുട്ടിക്ക് ഫ്രീഡം എന്നുള്ള ആ ഒരു ഫീൽഡിലേക്ക് വരുന്നതും പല കാര്യങ്ങളും വളരെ ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. കാരണം വീട്ടിൽ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, അതിവിടെ ഈ എൻവയോൺമെന്റ് ഉണ്ടാവില്ല. ആ ഒരു ഫ്രീഡം കിട്ടും. ആക്ടിവിറ്റീസ് ആ ഒരു ഇൻഡിപെൻഡൻസോടുകൂടി തന്നെത്താനെ ചെയ്യാനായിട്ടുള്ള പല ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള പ്രോംപ്റ്റ്, ചെറിയ ചെറിയ സ്പാർക്ക് ഇട്ട് കൊടുക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ജോലി ആ അഡൾട്ട്, അതായത് ഇവിടുത്തെ ഡയറക്ടർസ് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ, ആൾ ഇത് ചെയ്യൂ എന്ന് കുട്ടിയോട് ഡിമാൻഡ് ചെയ്യുവോ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയോ ചെയ്യില്ല. പക്ഷെ ആക്ടിവിറ്റി കുട്ടി ചെയ്യുന്ന രീതിയിൽ ഒരു പ്രോംപ്റ്റ് കൊടുക്കും. അപ്പം ഞാൻ ആ മോണ്ടിസോറി സ്കൂളിൽ പോയപ്പം കുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങി മരത്തിന്റെ ചുറ്റിക്കുമായിരുന്നു. നല്ല ഭംഗിയുള്ള ഇല വീഴുന്നൊരു മരമായിരുന്നു. കുട്ടികളോട് പറയും പോയി ഒരു 5 ലീവ്സ് എടുത്തോണ്ട് വരാൻ പറയും. ഒരു കുട്ടിയോട് 6 പറയും, ഒരു കുട്ടിയോട് 7 പറയും. അപ്പൊ അവിടെ അവരൊരു ആക്ടിവിറ്റി കൗണ്ടിങ് പഠിക്കുക. അവർ കൗണ്ട് ചെയ്ത് അത്ര കറക്റ്റ് കൊണ്ടുപോകും. അപ്പൊ ആരെങ്കിലും കൊണ്ടുവരുന്നത് ഇപ്പൊ കുറവാണെങ്കിൽ ചോദിക്കും എത്രയെന്ന് പറഞ്ഞപ്പോ 5, ഇത് എത്രയെന്ന് ചോദിക്കുമ്പോ അവര് അപ്പൊ ഓടിപ്പോയി അടുത്ത ഒരെണ്ണം. ലൈക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കും അവർക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടുന്നു, അവർക്ക് ആ ഒരു ഫ്രീഡം, അവർ ആ ആക്ടിവിറ്റി ആ ഒരു താല്പര്യത്തോടു കൂടി തന്നെ ചെയ്യും. വേറൊരാള് ഹെൽപ്പ് ചെയ്യുന്നില്ല, എല്ലാം തന്നെത്താനെയാണ് ചെയ്യുന്നത്. വേറൊരാളുടെ ഹെൽപ്പേ അവിടെ ഇല്ല. നമ്മളൊരു പ്രോംപ്റ്റ് മാത്രം കൊടുക്കും കുട്ടിക്ക്. പിന്നെ അവിടെ പോയപ്പോ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കിപ്പം എല്ലാവർക്കും ബട്ടൺ ഹോളും ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ബട്ടൺ ഹോള് ആ കീറിയ ഭാഗത്തിന്റെ സൈഡ് ഒന്ന് ചുമ്മാ ഒന്ന് തുന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബട്ടൺ ആ ഹോളിലൂടെ ഇടാനായിട്ട് പറ്റും. അത് നമ്മള് ഇതുപോലെ പ്രാക്ടീസിന് പോകുന്ന ചെറിയ ക്ലാസ്സിലാണെങ്കിൽ, ടീച്ചിങ് പ്രാക്ടീസ് നിങ്ങൾ KG സെഷനിലാണ് പോണെങ്കിൽ ഒരു ക്ലോത്ത് എടുത്തിട്ട് ക്ലോത്തിൽ 3 or 4 ബട്ടൺസ് തുന്നി ചേർക്കും. ഞാനൊക്കെ എല്ലാവർക്കും അറിയില്ലേ, സ്റ്റിച്ചിങ് ഒക്കെ അറിയാലോ, കൈകൊണ്ടുള്ള സ്റ്റിച്ചിങ് കുറെ അറിയാലോ. അപ്പൊ അത് വയ്ക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹോൾ ഇടുക. ഹോൾ നമ്മൾ കത്രിക വെച്ചൊന്ന് കീറിയതായിരിക്കാം. അപ്പൊ ആ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള ഭാഗം ഒന്ന് നൂലും സൂചിയും വെച്ച് ഒന്ന് അകത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഒരു സാധാരണ ബട്ടൺ ഹോള് പോലെ ആക്കും. കുട്ടികളെ ബട്ടൺ ഇടിയിക്കുക, അത് അഴിപ്പിക്കുക. അതാവുമ്പോൾ അവരുടെ ഷർട്ട് തന്നെത്താൻ അവർക്ക് ഇടാനായിട്ട് പറ്റും. സിപ്പ് ഇതുപോലെ ഫിക്സ് ചെയ്ത് അങ്ങനെയും കൊണ്ടുപോയി സിപ്പ് ഇടാനും അൺസിപ്പ് ചെയ്യാനുമായിട്ട് അതും പഠിപ്പിക്കണം. പിന്നെ ഷൂസ് സോക്സ് ഒക്കെ ഇടാനായിട്ട് ചെയ്യിക്കാം. ഈ ആക്ടിവിറ്റീസ് അവര് തന്നെത്താനെ ചെയ്യാനായിട്ട് തുടങ്ങും. അവർക്ക് അവരുടെ ഡ്രസ് ഇടാനും ഷൂസ് സോക്സ് ഇടാനും സിപ്പുള്ള ഡ്രസ് ആണെങ്കിൽ സിപ്പ് ഇടാനും അൺസിപ്പ് ചെയ്യാനും എല്ലാം അവര് തന്നെ ഒരു സെൽഫ് ഹെൽപ്പ് സ്കിൽസ് അവിടെ ഉണ്ടാകും. അപ്പൊ അങ്ങനെ അത് ആ ഒരു ഫ്രീഡത്തോടു കൂടി അവർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അഫ്രാൻ, ലാസ്റ്റ് 3 പോയിന്റ്സ്. നിങ്ങൾക്ക് ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് കയ്യിൽ കരുതാട്ടോ. സിപ്പ് വെച്ച് പിൻ ചെയ്ത ഒരു ക്ലോത്തോ അല്ലെങ്കിൽ ബട്ടൺ ഒരു 4-5 ബട്ടണോ വെച്ചിട്ടുള്ള പഴയ ബട്ടണൊക്കെ വീട്ടിൽ പല ഡ്രസ്സിലും ചില ഷർട്ടിലൊക്കെ എക്സ്ട്രാ ബട്ടണൊക്കെ ഉണ്ടാവും.
പഴയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ബട്ടണൊക്കെ, പക്ഷെ കളർഫുൾ ബട്ടണൊക്കെ ആണെങ്കിൽ രസമായിരിക്കും. കുട്ടികളുടെ കൈ മീൻസ് ചില ബട്ടൺ ഇത്തിരി ബുദ്ധിമുട്ടാവും, ആ ബട്ടൺ ഹോൾ അതിനനുസരിച്ച് നിങ്ങൾ ആക്കണം. ചെറിയ ബട്ടൺ ഹോളൊക്കെ ആണെങ്കിൽ അവർ കുറച്ച് കഷ്ടപ്പെടും. ജസ്റ്റ് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. നെക്സ്റ്റ് 3 points from All material and furniture should be of the exact size for children. This will give children the power over the materials. The furniture should be of the child's height. As everything suits the child, he feels secure and loved. The child must be helped in developing discipline by giving him chances for constructive work. A child must be helped in developing a clear understanding of good and evil. The first idea that അത് വേറെ പാരഗ്രാഫിന്റെ സ്റ്റാർട്ടിംഗ് ആണ് മിസ്. ഇവിടെ വരെ വായിച്ചു ഈ ഡയറക്ടേഴ്സ് എന്നുള്ളത്, കാരണം ഇത് അടുത്ത ടോപ്പിക് ആയിട്ട് തുടങ്ങുന്നല്ലേ. കാണാലോ? കാണാം. The first idea that the child must acquire in order to be actively disciplined is that of the difference between good and evil. The Montessori designed environment involves the specially designed classroom materials, the distresses. Okay, directors. ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് എന്നാണ് ശരിക്കും മോണ്ടിസോറി ക്ലാസ് റൂമിലെ ആ ഒരു മാം. ഞാന് വൈകിയാൻ കേറി നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നേ. അപ്പൊ ഏതാണ് എടുക്കുന്നത്? യൂണിറ്റ് ഏതാണ്? നമ്മള് മോഡ്യൂൾ 1 പാർട്ട് 3 ഞാൻ എടുത്തുകൊണ്ടിരുന്നത് ലാസ്റ്റ് ക്ലാസ് ചാപ്റ്റർ 9 ആയിരുന്നു. ഞാൻ ചാപ്റ്റർ 10 എടുക്കാന്നാ വിചാരിച്ചത്. പക്ഷെ ശരണ്യ മിസ്സിന്റെ ആ ചാപ്റ്റർ തീരാത്തോണ്ട് 7 അവിടെ കിടക്കുന്നുണ്ട്, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. 7 ആണ് ഇപ്പൊ എടുക്കുന്നത്. 7 ആണല്ലേ? താങ്ക് യു മാം. അപ്പൊ മോണ്ടിസോറി എംഫസൈസ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത്. മോണ്ടിസോറി ഫസ്റ്റ് കോൺട്രഡിക്ട് ചെയ്ത് പറഞ്ഞു, ഈ എൻവയോൺമെന്റ് പലതും ബ്ലോക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. ഓക്കെ, പിന്നെ അതിന്റെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഫർണിച്ചർ ഓൾറെഡി ഞാനൊന്ന് പറഞ്ഞിരുന്നു. ഫർണിച്ചറും മെറ്റീരിയലും എല്ലാം കുട്ടികൾക്ക് പറ്റുന്ന ഒരു സൈസിലുള്ളതായിരിക്കും. അത് കുട്ടികൾക്ക് ആ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഫർണിച്ചർ കുട്ടികളുടെ ഒരു ഹൈറ്റിലായിരിക്കും. ഈ ഫർണിച്ചറിലായിരിക്കും മെറ്റീരിയൽസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അത് എടുത്തു കൊടുക്കാനുള്ള ഹെൽപ്പറിന്റെ ആവശ്യമില്ല. കാരണം നമുക്കൊരു ഇൻഡിപെൻഡൻസ് വേണം, ഫ്രീഡം വേണം. കുട്ടിക്ക് തന്നെ കൈയെത്തുന്ന രീതിയിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ മെറ്റീരിയൽസ് എല്ലാം വെച്ചിരിക്കുന്നത്. അങ്ങനെ കുട്ടിക്ക് സൂട്ട് ആകുന്ന രീതിയിൽ, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ, സെക്യൂർ ആയിട്ടുള്ള രീതിയിലാവുമ്പോൾ കുട്ടി അത് കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ആ ഒരു എൻവയോൺമെന്റ് ഒരു ലവിങ് ഏരിയ ആണ് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഡിസിപ്ലിൻ വരുന്ന കാര്യവും നമ്മൾ പറഞ്ഞു. മെറ്റീരിയൽസ് അവരെടുക്കുന്നു, ആക്ടിവിറ്റി ചെയ്യുന്നു, അടുത്ത ആള് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ അവിടെ ഒരു ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകം കുട്ടിക്ക് ഗുഡ് ബാഡ് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ അവൻ മനസ്സിലാക്കുന്നതാണ് മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ ഒരു പ്രത്യേകത. ഇതിന്റെ ക്ലാസ് റൂംസ് എല്ലാം ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ക്ലാസ് റൂം ആണ്. മെറ്റീരിയൽസും പിന്നെ ആ ഒരു ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നതും ആ ഒരു രീതിയിൽ തന്നെയാണ്. എവിടെയെങ്കിലും ഒരു മോണ്ടിസോറി അറ്റ്ലീസ്റ്റ് ഫുള്ളൊരു 100% മോണ്ടിസോറി മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്ന സ്കൂൾ ഉണ്ടാവില്ല. എന്നാലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു നല്ല കാര്യമായിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് വിസിറ്റ് ചെയ്യാം. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മളുടെ ഫെസിലിറ്റേറ്ററും വേറെ സ്റ്റുഡൻസും വിസിറ്റ് ചെയ്യണമെന്ന് അപ്പോൾ അവിടുത്തെ സാറ് ആകെ ഒരു കാര്യം ഡിമാൻഡ് ചെയ്തിരുന്നു, കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകരുത്. കാരണം ഇങ്ങനെ ആളുകൾ വരുമ്പോൾ കുട്ടികൾ അറിയരുത്, അവർ വന്നങ്ങ് പോകുന്നു. ആ ഒരു ഫീലേ അവിടെ വരാൻ പാടുള്ളൂ. ഇങ്ങനെ ആളുകൾ പുറത്തുനിന്ന് വരുമ്പോൾ അവർക്കത് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന രീതിയിൽ ആകരുത് എന്ന് മാത്രമാണ് അവിടുത്തെ സാറ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞല്ലോ 6 പ്രിൻസിപ്പിൾസ് ആണ്. അതിപ്പം 6 പ്രിൻസിപ്പിൾസും ഒരു ക്ലാസ്സിൽ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും ഞാൻ ഈ 6 പ്രിൻസിപ്പിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് 6 പ്രിൻസിപ്പിൾസ് ആണ്. 6 പ്രിൻസിപ്പിൾസ് നമുക്ക് ഹെഡിങ് ഒന്നുമില്ല, ബേസിക് എലമെന്റ്സ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് എഴുതി വെക്കുവാണെങ്കിൽ 6 പ്രിൻസിപ്പിൾ എന്ന് നിങ്ങളുടെ നോട്ടിനോ ആ PDF ഉണ്ടെങ്കിൽ ആ PDF-ലോ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. 6 പ്രിൻസിപ്പിൾ ഓഫ് ദി മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ 6 പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്. ഫ്രീഡം, സ്ട്രക്ചർ ആൻഡ് ഓർഡർ, ബ്യൂട്ടി, നേച്ചർ ആൻഡ് റിയാലിറ്റി, സോഷ്യൽ എൻവയോൺമെന്റ്, ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. കാരണം തുടങ്ങി വെക്കേണ്ട, ഞാൻ ജസ്റ്റ് അതിന്റെ പോയിന്റ്സ് മാത്രം ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഫ്രീഡത്തിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, അതെനിക്ക് വളരെ നന്നായിട്ട് തോന്നിയ ഒരു സെന്റൻസ് ആണ്. ഡൂയിങ് വാട്ട് വി ലൈക്ക്, അതാണ് ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇഷ്ടപ്പെട്ടത് ചെയ്യുന്നതല്ല, ചെയ്യുന്ന കാര്യം ഇഷ്ടപ്പെടുന്നതാണ് ഫ്രീഡം എന്നുള്ള രീതിയിലാണ് മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ ഫ്രീഡത്തെ കുറിച്ച് പറയുന്നത്. നമുക്ക് തോന്നുന്നതെല്ലാം എനിക്ക് ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല, നമ്മൾ ചെയ്യുന്ന കാര്യത്തെ ഇഷ്ടപ്പെടും. ഇഷ്ടമുള്ളതല്ല, എനിക്ക് കുറെ കാര്യം ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ചെയ്യുന്നതല്ല ഫ്രീഡം എന്നുള്ളത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അതാണ് ഫ്രീഡം എന്നാണ് മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ ഫ്രീഡത്തെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ വായിക്കുക കേട്ടോ. മാക്സിമം ഇത് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ ആർട്ടിക്കിൾസ് ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കിട്ടും. അതൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വായിക്കാം. ഓക്കെ, ഹോസ്പിറ്റലിലൊക്കെ OP-യിൽ വെയിറ്റ് ചെയ്യുമ്പോഴോ ക്യൂവിൽ നിൽക്കുമ്പോഴോ ഒക്കെ വായിക്കുവാണെങ്കിൽ നല്ല കാര്യം. ഓക്കെ, മൊബൈലിൽ നോക്കുക, മൊബൈലിൽ നോക്കി വായിക്കുന്നത് മൊബൈലിൽ നോക്കുക. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ക്യൂവില് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു ബുക്ക് എപ്പോഴും നമ്മുടെ ബാഗിലിടും. അങ്ങനെയുള്ള വെയിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ ഇപ്പൊ ആ ബുക്ക് ഇരുന്ന് വായിക്കുക. മൊബൈലിൽ ഇങ്ങനെ അധികം ഡിജിറ്റൽ വേൾഡിലേക്ക് കൂടുതൽ പോകുന്നതിന് പകരം ബുക്സ് നല്ലൊരു എന്താ പറയാ ഫ്രണ്ട് തന്നെ ആയിരിക്കട്ടെ എല്ലാവർക്കും ഞാൻ ആശംസിക്കുവാണ്. ഓക്കെ, നമുക്ക് ഫ്രൈഡേ കാണാം. ഓക്കെ, ഹസ്ബൻഡ് ഡിസ്ചാർജ് ചെയ്തോ? ഡിസ്ചാർജ് ആയി, സാറ്റർഡേ ഡിസ്ചാർജ് ആയി. അതെയോ, ശരി. എന്തുകൊണ്ടാണ് പനി വന്നതെന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അപ്പൊ മോന് പനിയായിട്ട് വീട്ടിലിരിക്കുക, അവനും ഇൻഫെക്ഷൻ ഉണ്ട്. അതെയോ, ശരി. ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3 days കൊടുക്കേണ്ടി വരും അല്ലെ? 5 days 3 days തന്നിരിക്കണേ. ബ്ലഡ് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ രണ്ടുപേരും 2 മൂലയ്ക്കാണ് ഇരുത്തിക്കുക. അതെയോ, പെട്ടെന്ന് മാറട്ടെ. ശരി മാം, ഓക്കെ, താങ്ക്സ്. ഗുഡ് നൈറ്റ്. ബൈ. Good night, ma'am. Thank you, ma'am. Good night, ma'am. Thank you, ma'am. Thank you, ma'am. Good night. Thank you, ma'am. Thank you, ma'am.